എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ഹ്രസ്വ നാടകവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. വയോനന്മ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. കോതമംഗലത്ത് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു പരിപാടികൾ അരങ്ങേറിയത്. വയോജനങ്ങളോട് സമൂഹം പുലർത്തേണ്ട കരുതലും പരിഗണനയും ഓർമ്മിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുമായി ചേർന്നായിരുന്നു കോതമംഗലത്തെ പരിപാടികൾ. എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ RR രജിത പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നൽകി. അപ്പോൾ വയോനന്മ എന്നൊരു പദ്ധതി ഈ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതിയാണ് 2024 ഒക്ടോബർ 1-ാം തീയതിയാണ് ഈ പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സീനിയർ സിറ്റിസൺസിന് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ നിയമസഹായം അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് എല്ലാ താലൂക്കുകളിലും, എറണാകുളം ജില്ലയിലെ 7 താലൂക്കുകളുണ്ട്, ഈ 7 താലൂക്കുകളിലെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിൽ നിന്നും അവരുടെ പാനൽ ലോയേഴ്സിൽ നിന്നും പാനൽ ലോയേഴ്സിനെ സീനിയർ സിറ്റിസൺസ് പാനൽ ലോയേഴ്സായും പാരാലീഗൽ വോളണ്ടിയേഴ്സിനെ സീനിയർ സിറ്റിസൺസ് പാരാലീഗൽ വോളണ്ടിയേഴ്സായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയപള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കോതമംഗലം മാർ ബസേലിയോസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. തുടർന്ന് കവിതാലാപനവും ഹ്രസ്വ നാടകവും അരങ്ങേറി. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് തെരുവിൽ നിന്നും അദ്ദേഹത്തെ ഇന്ന് ഈ അഗതി മന്ദിരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം സർ, ഞങ്ങൾ ന്യൂസ് ടുഡേയിൽ നിന്ന് വരുന്നു. അങ്ങ് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് വിവരം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുമല്ലോ. നിങ്ങളൊക്കെ ആരാ മക്കളെ? സർ, ഞങ്ങൾ ന്യൂസ് ടുഡേയിൽ നിന്നാണ്. അങ്ങേക്ക് എന്താണ് ഈ പൊതുസമൂഹത്തെ അറിയിക്കാനുള്ളത്? പറയണം സർ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.